നിലമ്പൂർ തിളയ്ക്കുകയാണ് എന്ന് തന്നെയാണ്. പക്ഷേ തിളയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളും കോൺഗ്രസിനെ പൊള്ളലേൽപ്പിക്കുമോ എന്നൊരാശങ്കയാണ് എനിക്കുള്ളത്. കാരണം ആ വിഷയം അവിടെ ചർച്ചയാവേണ്ട ഒരു വിഷയമേ ആയിരുന്നില്ല. ഒന്ന് മലപ്പുറം വിഷയം, രണ്ടാമത്തത് പെൻഷൻ ഒരു തെരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ്, പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ് എന്ന ഒരു പരാമർശം. ഇത് രണ്ടും കോൺഗ്രസിന് എങ്ങനെയാണ് തിരിച്ചടിയാവുന്നത് എന്നാണ് ഞാൻ പരിശോധിക്കാൻ പോകുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് പൊള്ളലേൽപ്പിക്കുന്നത്, നമ്മൾ ചരിത്രത്തിലേക്ക് പോയാൽ എങ്ങനെയാണ് ചരിത്രത്തിലേക്ക് പോയാൽ പൊള്ളലേൽപ്പിക്കുന്നത്? അതിനു മുമ്പ് ഞാൻ ഈ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് പറയാം. നേരത്തെ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായി നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ലീഗിൻ്റെ വോട്ടുകൾ ലീഗിൻ്റെ തന്നെ ഓർഗനൈസ്ഡായിട്ട് തങ്ങൾക്ക് ലഭിക്കുകയും എന്നാൽ അതേസമയം ലീഗല്ലാതെ അവിടെ നിൽക്കുന്ന മറ്റു രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങൾ, ഹിന്ദു വിഭാഗത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും വോട്ടുകൾ കൃത്യമായി ആര്യാടൻ്റെ ഫാൻസ് എന്ന രീതിയിൽ കോൺഗ്രസിലേക്ക് ചേർക്കുകയും ചെയ്യുക എന്നൊരു തന്ത്രം അവിടെ ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അത് ലീഗിലെ മുതിർന്ന നേതാക്കളുടെ മൗനാനുവാദത്തോടു കൂടി ആര്യാടൻ മുഹമ്മദ് അവിടെ നടപ്പിലാക്കി പോകുന്നൊരു സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ലീഗിന് വലിയ സ്വാധീനമുള്ള, ഏകദേശം കോൺഗ്രസിനോളം തന്നെ സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ 34 വർഷം ലീഗിനെ ആ അർത്ഥത്തിൽ തുറന്നെതിർത്തുകൊണ്ടും എന്നാൽ ഇണങ്ങിക്കൊണ്ടും ആര്യാടൻ മുഹമ്മദിന് അവിടെ വിജയിച്ച് കയറാൻ കഴിയുന്നില്ല. ആ ധാരണ എവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ധാരണ തെറ്റുന്നുണ്ട് എപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വരുന്ന സാഹചര്യങ്ങളിൽ. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. ആര്യാടൻ മുഹമ്മദും ലീഗും തമ്മിലുള്ള സമവാക്യം എന്ന് പറയുന്ന ചില ധാരണകളുടെ പുറത്തായിരുന്നു. പക്ഷേ അത് നേതാക്കന്മാർക്കിടയിൽ മാത്രമായിരുന്നു ആ ധാരണ, അത് അണികൾക്കിടയിൽ ആ ധാരണ പ്രവർത്തിച്ചിരുന്നില്ല. എന്നാൽ ഈ മലപ്പുറം വിഷയമടക്കം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ലീഗ് കോൺഗ്രസ് ബന്ധത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി പോകും. ആരാണ് പാണക്കാട് തങ്ങളെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത്, ആരാണ് ലീഗിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നൊരു ചരിത്രമുണ്ട്. ലീഗിനെ ചത്തകുതിര എന്ന് വിശേഷിപ്പിച്ചത് ഒരേ ഒരാളാണ്, അത് നെഹ്റുവാണ്. അതിനെ ഉറങ്ങിക്കിടക്കുന്ന സിംഹമെന്നാണ് CH മുഹമ്മദ് കോയ തിരുത്തുന്നത് ചരിത്രത്തിൽ. ഞാനൊരു ചരിത്രം പറയാം. വിമോചന സമരം കഴിഞ്ഞ് 1960 തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ ഈ കോൺഗ്രസും ലീഗും ഒക്കെ കൂടി ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കാൻ പോകുന്നത്. അതായത് UDF വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. ലീഗിൽ നിന്ന് 12 സീറ്റിൽ മത്സരിക്കുന്നു, 11 സീറ്റിൽ വിജയിക്കുന്നു. കോൺഗ്രസ് 80 സീറ്റിൽ 63 സീറ്റും വിജയിക്കുന്നു. ആകെ 133 സീറ്റുകൾ മാത്രമാണ് കേരള നിയമസഭയിലുള്ളത്. അവിടെ ഒരു തർക്കം വരുന്നു. നിയമസഭാ സ്പീക്കറായിട്ട് KM സീതി സാഹിബിനെ തീരുമാനിക്കുന്നു. KM സീതി സാഹിബ് നിയമസഭാ സ്പീക്കറായി വരുന്നു. 61 സീതി സാഹിബ് മരിക്കുന്നു. മരിച്ചുപോയതിനു ശേഷം പകരം സ്പീക്കറായി ലീഗിൽ നിന്ന് CH മുഹമ്മദ് കോയെ തീരുമാനിക്കുന്നു. പക്ഷേ കോൺഗ്രസ് അന്ന് CK ഗോവിന്ദൻ നായരുടെ നേതൃത്വം പറഞ്ഞെന്തെന്നറിയുമോ? ഇന്നേ വരെ ലീഗിനോട് ഒരാളും ആവശ്യപ്പെടാത്തത് അന്ന് ആവശ്യപ്പെട്ടു. CH മുഹമ്മദ് കോയെ ലീഗിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ചതിന് ശേഷം മാത്രമേ, മതേതര പ്രതിച്ഛായയോടുകൂടി മാത്രമേ എവിടെ വരാൻ പാടുള്ളൂ, സ്പീക്കറാവാൻ പാടുള്ളൂ എന്നുള്ളത്. CH മുഹമ്മദ് കോയെ കൊണ്ട് ലീഗിൻ്റെ പ്രാഥമികാംഗത്വം രാജിവെപ്പിച്ച് സ്പീക്കറാക്കിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയ സമ്മർദ്ദം 1960 ലീഗിനോട് ചെയ്ത പാർട്ടിയാണ് അന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് കാരണം പറഞ്ഞെന്താ? ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ അതിന് മതേതര പ്രതിച്ഛായ ഉണ്ടാവില്ല എന്ന ദേശീയ നേതൃത്വത്തിലെ ആണ് പ്രധാനമായിട്ട് വന്ന് കുറ്റം പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ 1960 അപമാനം ലീഗ് ഏറ്റുവാങ്ങി അത് തുടർന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 62 പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് 18 സീറ്റുകളിലേക്കാണ് മത്സരം. കോൺഗ്രസും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും 14 വീതം സീറ്റ് വീതം വെച്ചെടുത്തു. CH മുഹമ്മദ് കോയ കരഞ്ഞപേക്ഷിച്ചു, 3 സീറ്റുകൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് അവിടെ വിജയസാധ്യതയുള്ളതാണ്, പൊന്നാനി വേണം, കോഴിക്കോട് വേണം, മഞ്ചേരി വേണം. ഇത് 3 സീറ്റുകൾ ആവശ്യപ്പെട്ടു. കൊടുത്തില്ല കോൺഗ്രസ്. പകരം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസുമായിട്ട് വീതം വെച്ചെടുത്തു. ഒടുവിൽ സഹിക്കവയ്യാതെ ഒരു പിച്ചള പിന്നുപോലെ ഞാനിതാ എൻ്റെ ഈ സ്പീക്കർ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു വാക്കും CH മുഹമ്മദ് കോയ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരാളെയും തള്ളി പറഞ്ഞിട്ടില്ല, കോൺഗ്രസിലെ ഒരു നേതാവിനെയും തള്ളി പറഞ്ഞിട്ടില്ല. വളരെ വൈകാരികമായിട്ടുള്ളൊരു വിടവാങ്ങലായിരുന്നു. നമ്മൾ ഇന്ന് PV അൻവറിൻ്റെയൊക്കെ പ്രസംഗം കാണുന്ന പോലെയല്ല, വളരെ അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി അന്ന് CH മുഹമ്മദ് കോയ ആ സ്പീക്കർ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോവുക ചെയ്യുന്നത്. ഒരു പിച്ചള പിന്നുപോലെ ഞാനിതാ രാജിവെക്കുന്നു, കാര്യം പാർട്ടിക്ക് വേണ്ടിയാ. എന്നിട്ട് ലീഗ് മത്സരിച്ചു 3 ഇടങ്ങളിൽ 2 വിജയിച്ചാണ് ലീഗ് കരുത്ത് തെളിയിച്ചത്. അവിടെ മുതലാണ് പിന്നീട് സപ്തകക്ഷി മുന്നണിയിലേക്ക് ലീഗിൻ്റെ വരവ് തുടങ്ങുന്നത്. അങ്ങനെയാണ് 1967 സപ്തകക്ഷി മുന്നണിയിൽ EMSൻ്റെ മന്ത്രിസഭയിലേക്ക് വരുന്നത്. അന്ന് മത്സരിച്ച 15 സീറ്റുകളിൽ 14 സീറ്റുകളിലും ലീഗ് വിജയിക്കുന്നുണ്ട്. അന്ന് CPM 59 ഇടങ്ങളിൽ മത്സരിച്ച് 52 ഇടങ്ങളിലും വിജയിക്കുന്നുണ്ട്. CPI 19 ഇടങ്ങളിൽ വിജയിക്കുന്നുണ്ട്. കേവല ഭൂരിപക്ഷം 67, CPM CPIക്ക് മാത്രം 71. അന്നാണല്ലോ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. ആ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഈ ഓർമ്മകളാണ്, ഈ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് തിരിച്ചടിപ്പിക്കാൻ പോകുന്നു, CPMനെ കോൺഗ്രസിനെ പൊള്ളലേൽപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. കാരണം അന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള രൂപീകരണ ചർച്ച നടക്കുന്ന സമയത്ത് ജനസംഘവും ഇന്നത്തെ BJPയുടെ അന്നത്തെ രൂപമായ ജനസംഘവും കോൺഗ്രസും മറുവശത്ത്. എന്താ മറുവശത്ത് വരാനുള്ള കാരണം? അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് വരുന്നത്. അന്ന് ആര്യാടൻ മുഹമ്മദാണ് അതിന് നേതൃത്വം
നേതൃത്വം നൽകുന്നത്, അന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്, അന്ന് എന്താ പറഞ്ഞത്? ഇവിടെ കുട്ടി പാകിസ്ഥാൻ എന്നൊരു മുദ്രാവാക്യം വിളി കേൾക്കുന്നത് അന്നാ. മിനി പാകിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം വിളി കേൾക്കുന്നത് അവിടെയാ. പാകിസ്ഥാന്റെ നാവികപ്പട തിരൂരിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്നുള്ള പ്രചരണം നടക്കുന്നത് അവിടെയാ. എന്നിട്ട് മാപ്പിളസ്ഥാനാക്കാൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അന്ന് ജനസംഖ്യയോടൊപ്പം കോൺഗ്രസ് മലപ്പുറം രൂപീകരണത്തെ നഖശികാന്തം എതിർത്തു. പക്ഷേ അത് പാസ്സാവാതെ പോയി. കാരണം എന്താ? 67 കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദയനീയമായ പെർഫോമൻസ്. 133 ഇടങ്ങളിൽ മത്സരിച്ച് കേവലം 9 ഇടങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയി കോൺഗ്രസ്. അന്ന് കെ കരുണാകരനാണ് നിയമസഭയിൽ കോൺഗ്രസിൻ്റെ നേതാവ്. അങ്ങനെ മലപ്പുറം രൂപീകരണത്തെ എതിർത്തിട്ടും EMS മന്ത്രിസഭയിൽ സപ്തകക്ഷി മുന്നണിയിൽ ലീഗും CPM ഒക്കെ ഉൾപ്പെട്ട ആ മുന്നണിയാണ് മലപ്പുറം രൂപീകരണം സാധ്യമാക്കുന്നത്. ആരുടെ എതിർപ്പ് വകവയ്ക്കാതെ? കോൺഗ്രസിൻ്റെയും ജനസംഘത്തിൻ്റെയും എതിർപ്പ് വകവയ്ക്കാതെ. ഇത് ചരിത്രത്തിലുണ്ടേ. അപ്പം മലപ്പുറത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നവർ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ എതിർത്ത പാർട്ടിയാണിതെന്നുള്ളത് ചരിത്രത്തെക്കൊണ്ട് ഓർമ്മിപ്പിക്കുകയല്ലേ? ഇന്ന് ആ പരാമർശം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചരിത്രം ഓർമ്മിപ്പിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്. മലപ്പുറത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് തിരിച്ചടിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കാതെ പോയത്? മിനിമം ചരിത്രമെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് അങ്ങാടിപ്പുറത്ത് തളിക്ഷേത്രത്തിലൊരു വലിയ വിവാദമുണ്ടായിരുന്നു. ഈ ഒരു ശിവലിംഗം കണ്ടെടുത്തുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ നായകൻ എന്നൊക്കെ പറയുന്ന കെ കേളപ്പൻ അടക്കമുള്ളവരായിരുന്നു അന്ന് അതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത്. ആ വിഷയത്തെയും ആ സപ്തകക്ഷി മുന്നണി സഭ അതിജീവിച്ചത് മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. എന്നിട്ട് AK ആൻ്റണി മലപ്പുറത്തെക്കുറിച്ച് ഈ ന്യൂനപക്ഷ സമുദായത്തെക്കുറിച്ചും പറഞ്ഞതിനെക്കുറിച്ച് ആർക്കും ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ. ഇതുവരെയും ഒരിടത്ത് നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇപ്പോൾ അത് വീണ്ടും ചർച്ചയിലേക്ക് വരിക. എന്താ AK ആൻ്റണി പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് മുത്തങ്ങ മാറാട് കലാപം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം. ആ സമയത്ത് 2003 ജൂലൈ മാസം 7-ാം തീയതി വിമാനത്താവളത്തിൽ വെച്ച് AK ആൻ്റണി ഒരു ബൈറ്റ് കൊടുക്കുന്നത്. ആ ബൈറ്റ് ഞാൻ വായിക്കാം. ടു കോട്ട് AK ആൻ്റണി: ന്യൂനപക്ഷ സമുദായങ്ങൾ തങ്ങളുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് വിലപേശാമെന്നും സർക്കാരിനെ കൊണ്ടെന്നും ചെയ്യിക്കാമെന്നുമുള്ള ധാരണ തിരുത്തണം. ഗൾഫ് പണമാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ സംഘടിത ശക്തിയാക്കുന്നത്. അവരുടെ നേതാക്കൾ കൂടുതൽ സംയമനം പാലിക്കണം. AK ആൻ്റണി ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പരാമർശമല്ലേ ഇത്? ഇതാണോ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്? ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്ക് ആ അർത്ഥത്തിൽ വിലപേശൽ ശേഷി ഉണ്ടെന്നാണോ സച്ചാർ കമ്മിറ്റി പറയുന്നത്? അങ്ങനെ അല്ലല്ലോ പറയുന്നത്. അതിന് വിരുദ്ധമായി AK ആൻ്റണി പറയുമ്പോൾ ഇതേ രീതിയിലുള്ള പ്രചരണം നമ്മൾ ആ അർത്ഥത്തിൽ കണ്ടില്ലല്ലോ. ഇതെല്ലാം ചരിത്രത്തെ ഓർമ്മിപ്പിക്കലാണ് മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അത് അനാവശ്യമായിട്ടുള്ളൊരു പരാമർശമായി പോയി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതെല്ലാം തിരിച്ചടിക്കുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. പെൻഷനാണ് രണ്ടാമത്തെ വിഷയം. മറിയച്ചേട്ടത്തിയെ കൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പിച്ചച്ചട്ടി എടുപ്പിച്ച പാർട്ടി ഏതാ? കോൺഗ്രസ്. മറിയച്ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്ത പാർട്ടി ഏതാ? കോൺഗ്രസ്. ഇപ്പോൾ ആ മറിയച്ചേട്ടത്തി എവിടെയാ? BJPയിൽ. പിച്ചച്ചട്ടി എടുപ്പിച്ച് മറിയച്ചേച്ചിയെ കൊണ്ട് പെൻഷൻ കുടിശ്ശിക കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യിപ്പിച്ച് BJPയിലെ ആളിനെ കൂട്ടിക്കൊടുത്ത പാർട്ടിയാണ്, ഒരു അംഗത്തെ കൂടി സംഭാവന ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ അതേ പെൻഷൻ കുടിശ്ശിക കൊടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കൈക്കൂലിയാണെന്ന് പറയുന്നതും അതേ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. അത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് നിലമ്പൂരിൽ തെരഞ്ഞെടുത്ത ആദ്യത്തെ 2 വിഷയവും പാളിപ്പോയി. ആ നിലമ്പൂർ തിളയ്ക്കുന്നുണ്ട്. തിളപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച എണ്ണ സ്വയം പൊള്ളലേൽപ്പിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ നേരത്തെ സ്മൃതി പറഞ്ഞൊരു കാര്യം, VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ. VS അച്യുതാനന്ദൻ മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയോ? ഞാനത് പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. 2005 എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അന്ന് നാലകത്ത് സൂപ്പിയാണ്. നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് മലപ്പുറം ജില്ലയിൽ കൂടുതൽ എൻട്രൻസ് റിസൾട്ടിന് കൂടുതൽ വിജയികൾ വരുന്ന സാഹചര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ജില്ലയിൽ നിന്ന് തന്നെ കൂടുതൽ ആളുകൾ വരുന്നു. സമ്പന്നരുടെ മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അവിഹിതമായി ഈ റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ടോ? അന്ന് വലിയൊരു ഹൈക്കോടതിയിലൊരു സത്യവാങ്മൂലമുണ്ട്. അന്ന് പരീക്ഷാ കൺട്രോളർ കൊടുത്തിരിക്കുന്നതാണ്. ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം. അന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് എൻട്രൻസ് പരീക്ഷയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് പറഞ്ഞതിനെയാണ് മലപ്പുറത്തെ കോപ്പിയടിച്ചു. അങ്ങനൊരു വാചകമേ ഉപയോഗിച്ചിട്ടില്ല VS അച്യുതാനന്ദൻ. അങ്ങനെ കോപ്പിയടിച്ചു എന്നൊരു വാചകമേ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് പരക്കെ ഈ തെറ്റിദ്ധാരണ ഉയർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രതികരണങ്ങളും കണ്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെന്നേ അത് ആ സമയത്ത് വലിയ വിവാദമാകുകയും പറഞ്ഞതാണ്. ഈ നാലകത്ത് സൂപ്പിയുടെ അന്ന് നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻട്രൻസ് പരീക്ഷ, SSLC പരീക്ഷയല്ല, എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് VS ഇതിന് മറുപടി പറയുന്നത്.
പറഞ്ഞത്. അതിനുശേഷം പിന്നീട് വേറൊരു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. CBIയുടെ ഒരു അന്വേഷണം വരുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന ഒരു സാനുവിനെ അന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത് ആ സാഹചര്യത്തിൽ ചോദ്യപേപ്പർ ചോർച്ച വരുന്ന സാഹചര്യത്തിലാണ്. നോക്കൂ, അത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമായിട്ട് അന്വേഷിക്കേണ്ട വിഷയമല്ലേ? അത് SSLC പരീക്ഷയുമായി ബന്ധിപ്പിക്കുന്നതും അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മലപ്പുറത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നതും വാസ്തവ വിരുദ്ധമാണ് എന്നാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം. ഈ രണ്ട് വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്ത്. ഈ രണ്ട് വിഷയങ്ങളും കോൺഗ്രസിന് തിരിച്ചടിയാവും. നിലമ്പൂർ തിളയ്ക്കും. പക്ഷേ തിളയ്ക്കാൻ ഉപയോഗിച്ച എണ്ണ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പൊള്ളലേൽപ്പിക്കുന്നതാണ് എന്നതാണ് എൻ്റെ പക്ഷം. Meet the editors.